അങ്കമാലി ആഴകം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇമ്മാനുവേൽ മിഷൻ ടീമിൻ്റെയും കൊരട്ടി അനുഗ്രഹ ചർച്ചിൻ്റെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന മദ്യമയക്കുമരുന്ന് ബോധവൽക്കരണ സന്ദേശ യാത്രയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സന്ദേശം ശ്രവിക്കുവാൻ പ്രബുദ്ധതയുള്ള ഈ ദേശത്തിലെ നല്ലവരായിരിക്കുന്ന ശ്രോതാക്കളെ ഞങ്ങൾ ഇവിടേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹിതരെ, നമ്മുടെ കൊച്ചു കേരളം സമ്പൽ സമൃദ്ധമായ പ്രകൃതി രമണീയമായ മലനാടും ഇടനാടും തീരപ്രദേശമുള്ള പ്രകൃതി മനോഹാരിത നിറഞ്ഞ ഒരു നാടാണ് നമ്മുടെ കൊച്ചു കേരളം. അതുപോലെ തന്നെ ഇന്ത്യ മഹാരാജ്യത്തിൽ സാക്ഷരതയിൽ 3 വട്ടം മുൻപന്തിയിലെത്തിയതാണ് നമ്മുടെ നാട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ആരോഗ്യ എവിടെ നോക്കിയാലും ഹോസ്പിറ്റലുകൾ എവിടെയും ഏത് സമയത്തും ആരോഗ്യപരമായിരിക്കുന്ന വിഷയങ്ങളിൽ നമുക്ക് നല്ല ചികിത്സ ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. അതുപോലെ തന്നെ ഇവിടുത്തെ മത സൗഹാർദ്ദങ്ങൾ, എല്ലാ മതങ്ങളും ഒരുപോലെ ഐക്യതയോടെ മതപണ്ഡിതന്മാരെ ബഹുമാനത്തോടെ ആദരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ കൊച്ചു കേരളം. അങ്ങനെ കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നൂറുകണക്കിന് ഗുണവിശേഷങ്ങൾ എനിക്ക് പങ്കുവെക്കുവാനുണ്ട്. നമ്മുടെ കേരളം ഒരു കാലഘട്ടത്തിൽ ഇരുണ്ട കാലഘട്ടത്തിലൂടെ കടന്നുപോയിരുന്നു. അക്ഷര വിദ്യാഭ്യാസമില്ലായിരുന്നു. നല്ല വസ്ത്രം ധരിക്കാൻ കഴിയാത്ത, മാറുമറയ്ക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ടായിരുന്നു. ഇവിടേക്ക് ബ്രിട്ടീഷുകാരുടെ വരികയും അവർ നമ്മുടെ നാട്ടിലെ വിലപ്പെട്ടത് അപകരിക്കുകയും ഇവിടെ പല വികസനങ്ങൾ അവർ കൊണ്ടുവന്നു. ഇവിടുത്തെ പുരാതനമായിരിക്കുന്ന പാലങ്ങളും പാലസുകളും ഇവിടുത്തെ കൃഷി മേഖലയിൽ, പ്രത്യേകിച്ച് ഹൈറേഞ്ച് പോലുള്ള മേഖലകളിൽ, കാർഷിക മേഖലകൾക്ക് ഒത്തിരി സംഭാവനകൾ അവർ നൽകിയിട്ടുണ്ട്. അവരോടൊപ്പം തന്നെ ഈ കൊച്ചു കേരളത്തിലേക്ക് എത്തിച്ചേർന്നവരാണ് മിഷണറിമാർ. ആ മിഷണറിമാരുടെ വരവ് ഈ കേരളത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ, ഇവിടെ പള്ളിയും പള്ളിക്കൂടങ്ങളും സ്ഥാപിച്ചു. അതുകൊണ്ട് കേരളത്തിലുള്ള സാധാരണക്കാർക്ക് വിദ്യാഭ്യാസം ഉണ്ടായി. ഇവിടെ സ്കൂളുകൾ വർദ്ധിച്ചതിന് കാരണം, ഇവിടെ കേരളം സാക്ഷരതയിൽ 3 വട്ടം മുൻപന്തിയിൽ എത്തിയതിന് കാരണം ഇവിടെ വിദ്യാഭ്യാസം ഉണ്ടായതാണ്. ഇവിടെ സ്കൂളുകളും കോളേജുകളും ഒക്കെ വർദ്ധിച്ചു വന്നതുകൊണ്ടാണ് ഇവിടുത്തെ ജനതയ്ക്ക് മാറ്റമുണ്ടായത്. ഇവിടുത്തെ ആരോഗ്യവകുപ്പ്, ഇവിടുത്തെ മറ്റ് വിദ്യാഭ്യാസ മേഖലകൾ, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഡെവലപ്മെന്റിന് എല്ലാം കാരണം നമ്മുടെ കേരളത്തിലെ ജനതയ്ക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായി. മറ്റ് സംസ്ഥാനത്തെ വെച്ച് നോക്കുമ്പോൾ അവരൊക്കെ ഇന്നും കാർഷിക മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലും ഉയർച്ചയിലുമൊക്കെ അധപ്പതിച്ചിരിക്കുമ്പോൾ നമ്മുടെ കേരളം ഉയർന്നു വന്നതിന്റെ ഒരേ ഒരു കാരണം ഇവിടെ വിദ്യാഭ്യാസം ഉണ്ടായതാണ്. ഇവിടുത്തെ പ്രബുദ്ധതയുള്ള ജനത്തിന് അറിവുണ്ടായതാണ് വളർച്ചയ്ക്ക് കാരണം. ഇപ്പോൾ ഈ കേരളത്തിലേക്ക് വന്ന മിഷണറിമാർ അവർ ഇവിടെ ക്രിസ്തു യേശുവിനെ കുറിച്ച് പങ്കുവച്ചു. യേശു ക്രിസ്തു ഒരു മത നേതാവല്ല, ഒരു മതം സ്ഥാപിക്കുവാൻ വന്നതല്ല, ഒരു മതപ്രസ്താവന നടത്തുവാൻ വന്ന വ്യക്തിയല്ല യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു ഈ ലോകത്തിന് നൽകിയ സംഭാവനയെ കുറിച്ചും യേശു ക്രിസ്തുവിലൂടെ മാനവകുലത്തിന്, എനിക്കും നിങ്ങൾക്കും എന്താണ് യേശുവിലൂടെ കിട്ടുവാൻ പോകുന്ന രക്ഷ എന്നാദി വിഷയങ്ങളെ കുറിച്ച് വളരെ ചുരുക്കമായി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും പല മത വിശ്വാസികളായിരിക്കാം, പല രാഷ്ട്രീയ മതവിശ്വാസങ്ങളിലൊക്കെ നിലനിൽക്കുന്നവരായിരിക്കാം. പക്ഷേ യേശുക്രിസ്തു ഒരു മതം സ്ഥാപിക്കുവാനോ ഒരു പാർട്ടി പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടോ ഈ ഭൂമിയിലേക്ക് വന്നതല്ല. യേശുക്രിസ്തു വന്നതിന്റെ പ്രധാന ഉദ്ദേശം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. സ്നേഹിതരെ, ഈ സന്ദേശം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുവാൻ കാരണമായി മാറും. നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തരും. സ്നേഹിതരെ, ഇന്ന് നമ്മുടെ നാട്ടിലെ ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കിയാൽ മതി. പ്രബുദ്ധതയുള്ള ഈ ജനത, വിദ്യാഭ്യാസമുള്ള ജനത, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുകയും സമൂഹത്തോട് ആദരവ് കാണിക്കുകയും ചെയ്യുന്ന ജനതയാണോ ഇപ്പോൾ ഉള്ളത് എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന മദ്യം, മയക്കുമരുന്ന്, MDMA ലഹരി പദാർത്ഥങ്ങൾക്ക് പുതുതലമുറകളെല്ലാം അടിമപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ ദോഷഫലങ്ങൾ അവരുടെ വിദ്യാഭ്യാസം തച്ചുടയപ്പെടുന്നു, അവരുടെ ഭാവി നഷ്ടപ്പെടുന്നു, ജോലിയിൽ നിന്ന് അവർ പിരിച്ചുവിടുന്നു. അതുപോലെ തന്നെ കുടുംബ തകർച്ചകൾ, കൊലപാതകങ്ങൾ, കുറ്റകൃത്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ദൈനംദിനം വർദ്ധിച്ചു വരുന്നതിന്റെ മൂലകാരണമായിട്ട് മദ്യമയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പ്രബുദ്ധതയുള്ള വിദ്യാഭ്യാസമുള്ള പല മതത്തിലും വിശ്വസിക്കുന്ന നമ്മുടെ കേരളത്തിലാണ് എന്ന് പറയുമ്പോൾ എനിക്ക് വേദനയുണ്ടാക്കുന്നു. ലജ്ജാകരമായ സംഭവങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ കാണാൻ കഴിയുന്നത് വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ ചെയ്തു കൂട്ടുന്ന അതിക്രമങ്ങൾ, ചെയ്തു കൂട്ടുന്ന
കുറ്റകൃത്യങ്ങൾ എടുത്തു നോക്കിയാൽ ഭയങ്കര ഭയാനകമായിരിക്കുന്ന സംഭവമാണ്. സ്വന്തം പിതാവിനെ ഇടിച്ച് കൊലപ്പെടുത്തുന്നു, സ്വന്തം മാതാവിന്റെ കഴുത്തറത്ത് കൊല്ലുന്നു, സ്വന്തം കുഞ്ഞിനെ നടുറോഡിൽ എറിഞ്ഞു കൊല്ലുന്നു. ഇങ്ങനെയോ എത്രയോ സംഭവങ്ങൾ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ കേട്ടിട്ടില്ലാത്ത, കേട്ടുകേൾവിയില്ലാത്ത എത്രയോ സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം കാരണം ഇവിടെ വർദ്ധിച്ചു വരുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമാണ്. അത് കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുന്നു, കുടുംബ ബന്ധങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നു. പണ്ടൊക്കെ ഒത്തുകൂടി നല്ല സൗഹൃദമുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ഒരുവനെ കാണാൻ കഴിയില്ല. പണമുണ്ടാക്കണമെന്നും ഉന്നത സ്ഥാനങ്ങളിലേക്ക് പോകണമെന്നും ഒക്കെ ആഗ്രഹിച്ച മനുഷ്യൻ എന്തും ചെയ്യുവാൻ തുനിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. സ്നേഹിതരെ, ഇതിന്റെ എല്ലാം കാരണം മനുഷ്യൻ പാപിയാണ്. ഇവിടെ ഇരിക്കുന്നവർ പറയും മനുഷ്യനെ പാപി എന്ന് പറയരുത്, കാരണം പാപി ഉള്ളത് കൊണ്ടാണ് ഇവിടുത്തെ കടകൾക്കെല്ലാം പൂട്ടിട്ടിരിക്കുന്നത്. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിലും ബാങ്കിലും ഇവിടുത്തെ ഓഫീസുകളിലും ഒക്കെ CC ക്യാമറ വെച്ചിരിക്കുന്നതിന് കാരണം ഇവിടെ മോഷ്ടാക്കളുണ്ട്, മറ്റുള്ളവന്റെ വസ്തുക്കൾ അപഹരിക്കുന്നവരുണ്ട്. ഇതിൽ നിന്ന് ആ കടയെ, സ്ഥാപനത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് CC ക്യാമറ വെച്ചിരിക്കുന്നത്. കൊരട്ടിയിൽ നിന്ന് ഞങ്ങളുടെ ഈ പ്രഭാഷണം ആരംഭിച്ചപ്പോൾ അവിടെ ഒരു ജംഗ്ഷനിൽ സാധാരണക്കാർക്ക്, അവിടെ വരുന്ന യാത്രക്കാർക്ക് ഇരിക്കുവാൻ 2-3 ചെയറുകൾ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ആ ചെയറിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞൊരു കാഴ്ച ഇതാണ്. ആ ചെയറുകൾ മുഴുവൻ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. കാരണം എന്തെന്നറിയാമോ? അവിടെ ആരും കണ്ടില്ലെങ്കിൽ ആ ചെയർ എടുത്തുകൊണ്ട് പോകുന്ന വ്യക്തികൾ ആ ജംഗ്ഷനിൽ ഉള്ളത് കൊണ്ടാണ് അവിടുത്തെ പഞ്ചായത്ത് വകുപ്പ് ആ കസേരകൾ അവിടെ കെട്ടിയിട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങളുടെ അടുത്തുള്ള ബാങ്കിൽ നിങ്ങൾ ചെന്നാൽ മതി. ഉന്നതരായിരിക്കുന്ന, സമൂഹത്തിൽ മാന്യരായിരിക്കുന്ന വ്യക്തികൾ ചെല്ലുന്ന ഇടമാണ് ബാങ്ക്. കാരണം അവരുടെ പണം ഡിപ്പോസിറ്റ് ചെയ്യാൻ, അവരുടെ പണം ബാങ്കിൽ നിന്ന് എടുക്കുവാൻ വേണ്ടി ചെല്ലുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിങ്ങൾ നോക്കിയാൽ മതി, അവിടെ പേന വെച്ചിട്ടുണ്ട്. ആ പേന കെട്ടിയിട്ടിരിക്കുകയാണ് അവിടെ. എന്താ കാരണം? മാന്യന്മാരായിരിക്കുന്ന, പ്രബുദ്ധതയുള്ളവർ ആ പേന പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകുമെന്ന് ബാങ്കുകാർക്ക് അറിയാവുന്നത് കൊണ്ടാണ് 5 രൂപ വിലയുള്ള പേന വരെ ബാങ്കിൽ കെട്ടിയിട്ടിരിക്കുന്നു. സ്നേഹിതരെ, മനുഷ്യൻ പാപിയാണ്. സകല മതഗ്രന്ഥങ്ങളും ഒരുപോലെ പഠിപ്പിക്കുന്ന മനുഷ്യൻ പാപിയാണ്. എല്ലാ മനുഷ്യരിലും പാപം കുടികൊള്ളുകയാണ്. ഈ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യൻ കർമ്മങ്ങളും കർമാനുഷ്ഠാനങ്ങളും, നദികൾ മുങ്ങുന്നു, മലകൾ കയറുന്നു, പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു. പക്ഷേ അവൾ ആ ദിവസങ്ങളിൽ മാത്രം പുണ്യതയോടെ, പരിപാലനത്തോടെ ജീവിതത്തെ മദ്യത്തിൽ നിന്നും, മയക്കുമരുന്നിൽ നിന്നും, മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നൊക്കെ അവർ വേർപെട്ട് ജീവിച്ചിട്ട് ഈ ദിവസങ്ങൾ കഴിയുമ്പോൾ അവർ വീണ്ടും ആ പാപപ്രവർത്തികൾ ആരംഭിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ പാപത്തിൽ നിന്ന് മാറ്റമുണ്ടാകുന്നില്ല. 10 ദിവസം അവർ ധ്യാനത്തിന് പോയിരുന്നു, 10 ദിവസം മദ്യം ഉപയോഗിക്കുന്നില്ല, ചീത്ത വാക്കുകൾ പറയുന്നില്ല, മറ്റുള്ളവരുമായിട്ട് കയർക്കുന്നില്ല. പക്ഷേ 10 ദിവസം കഴിയുമ്പോൾ അവർ വീണ്ടും ആ പ്രവർത്തികൾ തുടരുകയാണ്. ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് മനുഷ്യന്റെ ഉള്ളിൽ പാപം കുടി നിൽക്കുകയാണ്. ഹൈന്ദവ മതം വിശ്വസിക്കുന്നു, ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കണമേ എന്നൊരു ഹൈന്ദവ വിശ്വാസി പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇരുട്ടെന്ന് പറയുന്നത് ഇന്ന് കാണുന്ന ലൈറ്റ് ഓഫ് ചെയ്യുന്ന ഇരുട്ടല്ല, സൂര്യൻ അസ്തമിക്കുമ്പോൾ വരുന്ന ഇരുട്ടല്ല, പാപമെന്ന ഇരുട്ട്, അന്ധത എന്ന ഇരുട്ട്, മനുഷ്യനെ ദുഷ്ടതയിലേക്ക് നയിക്കുന്ന ഇരുട്ട്. അതിന്റെ കീഴിലാണ് ഓരോ മനുഷ്യനും. അതിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കണമെന്ന് ഒരു ഹൈന്ദവ വിശ്വാസി പ്രാർത്ഥിക്കുകയാണ്. ഒരു ഇസ്ലാം വിശ്വാസി പ്രാർത്ഥിക്കുന്നു, ഇബ്ലീസിന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം. വിശുദ്ധ ബൈബിൾ പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നിരിക്കുന്നു. അങ്ങനെ എല്ലാ മതങ്ങളും ഒരുപോലെ സമ്മതിക്കുന്നു, മനുഷ്യൻ പാപിയാണ്. ഈ പാപത്തിന് പരിഹാരമില്ലയോ? പാപപരിഹാരത്തിന് വേണ്ടി എന്ത് ചെയ്യണം? പാപത്തിൽ നിന്ന് മുക്തിയുണ്ടോ? പാപത്തിന് വേണ്ടി എന്തെങ്കിലും മാർഗമുണ്ടോ, വഴിയുണ്ടോ എന്ന് മനുഷ്യൻ ചിന്തിച്ചുകൊണ്ട് നെട്ടോട്ടമോടുമ്പോൾ പാപത്തിന് പരിഹാരം വരുത്തിയ ഉലകത്തിലൊരു രക്ഷയുണ്ടെന്നുള്ള യാഥാർത്ഥ്യം വിളിച്ചു പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ മധ്യാഹ്ന സമയത്ത് നിൽക്കുന്നത്. പലരും ചിന്തിക്കും, ഇതൊരു മതത്തിന്റെ സന്ദേശമല്ലേ, നിങ്ങൾക്ക് വേറെ പണിയില്ലേ? ഇങ്ങനെ ശബ്ദമലിനീകരണം നടത്തുന്ന സ്നേഹിതരെ, നിങ്ങളൊരു പക്ഷെ തകർച്ചയിലൂടെ പാപത്തിന്റെ പിടിയിൽ കിടക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടി പല വഴികളും പല മാർഗങ്ങളും ഒക്കെ ചിന്തിച്ചിട്ടും രക്ഷപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്നേഹിതരെ, നിങ്ങളുടെ പാപത്തെ മാറ്റുന്ന, നിങ്ങളുടെ ശാപത്തെ മാറ്റുന്ന, നിങ്ങളുടെ രോഗത്തെ മാറ്റുന്ന ഒരു കരുത്തുറ്റ സന്ദേശമാണ് ഞങ്ങൾ ഇവിടെ പങ്കുവെക്കുന്നത്. അതിന് പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസമുണ്ടാകും. ഇവിടെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ, കുറ്റകൃത്യങ്ങളുടെയൊക്കെ കാരണം മനുഷ്യൻ പാപിയായതുകൊണ്ടാണ്. ഈ പാപ സ്വഭാവം മനുഷ്യനിൽ കിടക്കുന്നത് കൊണ്ടാണ് മറ്റൊരുവനെ തകർക്കുവാനും, മറ്റുള്ള വസ്തുക്കളെ അപഹരിക്കുവാനും, തനിക്ക് വലിയവനാകണമെന്നും ഒക്കെ ചെയ്തു കൂട്ടുന്ന പാപപ്രവർത്തികൾ അവനിൽ വർദ്ധിച്ചു വരുന്നതിന് കാരണം പാപമാണ്. അപ്പോൾ ഈ പാപത്തിൽ നിന്ന് മനുഷ്യന് മുക്തി ആവശ്യമാണ്. അപ്പോൾ പാപത്തിൽ നിന്ന് പരിഹാരം വരുത്തുവാൻ വേണ്ടി അവതരിച്ച
ഏക രക്ഷകനാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു ഇസ്രായേൽ പാലസ്തീനിൽ ജനിച്ചുവെങ്കിലും യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യം ഇതാണ്: ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങളുടെ എല്ലാം കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഇരിപ്പുണ്ട്, അതിനകത്ത് ഗൂഗിളിനകത്ത് അടിച്ചു നോക്കുക, ലൈറ്റ് ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ വെളിച്ചം ആരാണെന്ന് നോക്കിയാൽ ഗൂഗിൾ നിങ്ങൾക്ക് പറഞ്ഞു തരും ജീസസ് ക്രൈസ്റ്റ്. പാപത്തെ മാറ്റുവാൻ, ഇരുട്ടിനെ മാറ്റുവാൻ ഇകത്തിലേക്ക് വന്ന ഏക വെളിച്ചം യേശുക്രിസ്തുവാണ്. ഇവിടെ ഒത്തിരി മത നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, രാജാക്കന്മാർ, ചക്രവർത്തിമാർ അവരൊക്കെ ജനിച്ചു, അവരുടെയൊക്കെ ഭരണം നടത്തി, അവരൊക്കെ പുതിയ കണ്ടുപിടുത്തങ്ങളും ഒക്കെ നടത്തി, അവരുടെ ഒത്തിരി സംഭാവന നമ്മുടെയൊക്കെ സമൂഹത്തിന്, രാജ്യങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ മനുഷ്യന്റെ പാപത്തിന് അവന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന പ്രകാരം വരുത്തുവാൻ ഇവിടെ ഒരു ചക്രവർത്തിമാരോ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരോ ഒരു രാജാക്കന്മാരോ ജനിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു ഇവിടേക്ക് വന്നത് മനുഷ്യന്റെ അധ്വാനിക്കുന്ന, ഭാരം ചുമക്കുന്ന, പാപഭാരം വഹിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഇവിടേക്ക് വന്നത്. യേശു കർത്താവ് പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. സാധാരണക്കാരുടെ ഇടയിലേക്ക് ചെന്നിട്ട് ഗിരികളിൽ നിന്നുകൊണ്ട് താൻ പ്രഭാഷണം നടത്തിയപ്പോൾ നൂറുകണക്കിന് സാധാരണക്കാർ യേശുവിന്റെ അടുക്കൽ തടിച്ചുകൂടിയിട്ട് തന്റെ പ്രഭാഷണം കേൾക്കാനിടയായി തീർന്നു. തന്റെ അടുക്കൽ വന്നവരെ എല്ലാം ആശ്വസിപ്പിക്കുന്ന, അവരെ ബലപ്പെടുത്തുന്ന, സാധാരണക്കാരെ ധൈര്യപ്പെടുത്തുന്ന, തകർന്നിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന സന്ദേശങ്ങളായിരുന്നു യേശു കർത്താവ് പറഞ്ഞത്. അതിലൊരു ഉദ്ധരണി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ജീവിതത്തിൽ അധ്വാനിക്കാത്തവർ, ഭാരമില്ലാത്തവർ, നിരാശയില്ലാത്തവർ, വേദനയില്ലാത്തവർ, രോഗമില്ലാത്തവർ ആരുമില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം എല്ലാവരും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനതിനെ ഒരു 3 പോയിന്റുകളായിട്ട് നിങ്ങളോട് പറയുക. ഭാരം, സാമ്പത്തികമായിരിക്കുന്ന ഭാരം വഹിക്കാത്തവരാരുമില്ല. വാഹനം ഓടിക്കുന്ന ഓട്ടോ ഡ്രൈവേഴ്സ് ചേട്ടന്മാരുണ്ട്, ഇവിടെ കടകൾ നടത്തുന്ന വ്യാപാരി വ്യവസായികളുണ്ട്, ബിസിനസ് നടത്തുന്നവരുണ്ട്. നിങ്ങളൊക്കെ ബാങ്കിൽ നിന്ന് വൻ തുക ലോൺ എടുത്തിട്ടാണ് നിങ്ങൾ വാഹനം വാങ്ങിയിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ വരെ നിങ്ങൾ ലോൺ എടുത്താണ് വാങ്ങിയിരിക്കുന്നത്. നിങ്ങൾ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങൾ ലോൺ എടുത്താണ് നിങ്ങൾ വാങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ മക്കളെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്ന ലോൺ എടുത്തിട്ടാണ്. ഇതെങ്ങനെ അടയ്ക്കും, ഇതെങ്ങനെ ഓരോ ദിവസം കടം വീട്ടുമെന്നുള്ള ഭാരം വഹിച്ചുകൊണ്ട് 10 രൂപ ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യൻ നെട്ടോട്ടമോടുകയാണ്. എങ്ങനെയെങ്കിലും എൻ്റെ കടം വീട്ടണം, എൻ്റെ മകളെ വിവാഹം കഴിച്ചയക്കണം, എൻ്റെ മകനെ വിദേശത്ത് അയച്ച് പഠിപ്പിക്കണമെന്ന് അതിനുവേണ്ടി പണം കണ്ടെത്തിയ പലരും സാമ്പത്തികമായിരിക്കുന്ന ഭാരം വഹിച്ചുകൊണ്ട് ഈ പട്ടണത്തിന്റെ പലയിടങ്ങളിലും ഇരിക്കുന്ന സ്നേഹിതരെ, ആ ഭാരം നിങ്ങൾക്ക് മാറ്റുവാൻ കഴിയും. കാരണം നിങ്ങളുടെ വസ്തു വിറ്റാൽ നിങ്ങളുടെ കടം വീട്ടാൻ കഴിയും. നിങ്ങളുടെ മകന് നല്ലൊരു ഗവൺമെന്റ് ജോലി ലഭിച്ചാൽ, അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് നല്ലൊരു ജോലി ലഭിച്ചാൽ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് മാറ്റമുണ്ടാകും. എന്തിനേറെ പറയുന്നു, നമ്മുടെ കേരള സർക്കാർ ഇറക്കിയ ഭാഗ്യക്കുറിയുടെ വിതരണം ഇവിടെയുണ്ട്. അതിലൊരു ലോട്ടറി എടുത്താൽ നിങ്ങൾ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 കോടി രൂപ അടിച്ചാൽ നിങ്ങളുടെ കടം വീട്ടാൻ കഴിയും. മറ്റൊന്ന് മനുഷ്യൻ ചുമക്കുന്നതാണ് രോഗമെന്ന ഭാരം. ഇന്ന് രോഗമില്ലാത്ത മനുഷ്യരാരുമില്ല. ഏത് വീട്ടിൽ ചെന്ന് നോക്കിയാലും മെഡിക്കൽ സ്റ്റോറിന് തുല്യമായ മരുന്നുകളാണ്. 2-3 ആശുപത്രിയുടെ ചീട്ട് കാണും. പല മരുന്നുകളും ഓരോരുത്തരും മാറി മാറി കഴിക്കുകയാണ്. കാരണം നമ്മുടെ ഭക്ഷണ രീതികൾ, ഇന്നത്തെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ശരീരത്തുണ്ടാകുന്ന പലവിധമായ അസ്വസ്ഥത നിമിത്തം മനുഷ്യരെല്ലാം രോഗികളാണ്. ഞങ്ങളോടൊപ്പം പല പ്രവർത്തകരും പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാം മരുന്ന് കഴിക്കുന്നവർ, ഇടയ്ക്കിടയ്ക്ക് പോയി വെള്ളം കുടിക്കുകയും ഗുളിക കഴിക്കുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ മനുഷ്യരെല്ലാം മെഡിസിൻ അടിമപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ നല്ല ചികിത്സ ലഭിച്ചാൽ, നല്ല ആയുർവേദമോ അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറെ കണ്ടാൽ, നല്ലൊരു ട്രീറ്റ്മെന്റ് ലഭിച്ചാൽ നിങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങൾക്ക് ഒരുപക്ഷെങ്കിൽ സൗഖ്യമുണ്ടായേക്കാം, മാറ്റമുണ്ടായേക്കാം, ആ ഭാരവും മാറും. പക്ഷേ പണം കൊണ്ടോ ട്രീറ്റ്മെന്റ് കൊണ്ടോ മാറാത്ത നിങ്ങൾ വഹിക്കുന്ന പാപമെന്ന ഭാരത്തെ മാറ്റാൻ ഇവിടുത്തെ പണത്തിനോ, ഇവിടുത്തെ ഡോക്ടർമാർക്കോ, രാഷ്ട്രീയ നേതാക്കന്മാർക്കോ, മതപുരോഹിതന്മാർക്കോ നിങ്ങൾ ചുമക്കുന്ന പാപമെന്ന ഭാരത്തെ മാറ്റാൻ കഴിയില്ല സുഹൃത്തുക്കളെ. അത് നിങ്ങൾ ചുമന്നുകൊണ്ട്, ഓരോ ദിവസവും ചുമന്നുകൊണ്ട് ഭാരപ്പെട്ട് നിരാശയോടെ ജീവിതം തള്ളി നീക്കുമ്പോൾ, ഈ പാപത്തെ ഇറക്കി വെക്കുവാൻ, ഈ പാപത്തെ കഴുകിക്കളയുവാൻ, ഈ പാപത്തിന്റെ ശുദ്ധി വരുത്തുവാൻ കഴിയുന്ന കരുത്തുറ്റ ഒരു രക്ഷയുടെ സന്ദേശമാണ് ഞങ്ങൾ ഇവിടെ പങ്കുവെക്കുന്നത്. അത് യേശുക്രിസ്തുവിലൂടെയാണ്. ആരാണ് യേശുക്രിസ്തു? പാലസ്തീനിൽ മറിയയുടെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ ചെന്നിട്ട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ, യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. മറിയ അത് സന്തോഷത്തോടെ സ്വീകരിച്ച് യേശുവിനെ ഉദരത്തിൽ വഹിക്കുവാൻ, സ്ത്രീകളിൽ ഭാഗ്യവതി എന്ന് വിളിക്കപ്പെട്ട മറിയ യേശുവിനെ ഉദരത്തിൽ വഹിച്ചു.
യേശുവിനെ വളർത്തുവാൻ വേണ്ടി അന്ന് യോസേഫിന് ദൈവത്തിന്റെ ദൂതൻ ദർശനം കൊടുത്തു. മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്ന മനുഷ്യനല്ല, ദൈവത്താൽ ഉൽപ്പാദിതമായിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനാന്ന് യോസേഫിനോട് ദൈവത്തിന്റെ ദൂതൻ സംസാരിച്ചു. അവർ ഒരുമിച്ചും യേശുവിനെ വളർത്തി. 30 വയസ്സ് വരെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടവനായി യേശു വളർന്നു. പാലസ്തീൻ നാടിലെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് മാതാപിതാക്കളെ ബഹുമാനിച്ച് കീഴ്പ്പെട്ട് 30 വയസ്സ് വരെ ഇരുന്നിട്ട് 30ാമത്തെ വയസ്സിൽ യേശു കർത്താവ് നടന്ന് യോർദാന്റെ തീരത്തിലേക്ക് ചെല്ലുമ്പോൾ അന്നത്തെ ശക്തനായിരിക്കുന്ന മതപ്രഭാഷകൻ വഴിയരികിൽ നിന്നുകൊണ്ട് പ്രഭാഷണം നടത്തുന്ന, യോർദാന്റെ തീരത്ത് നിന്നുകൊണ്ട് പ്രഭാഷണം നടത്തുന്ന, മനുഷ്യന് മാറ്റമുണ്ടാകുന്ന പറയുന്ന യോഹന്നാൻ സ്നാപകൻ യേശുവിനെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അന്നത്തെ മതപ്രഭാഷകൻ വിളിച്ചു പറഞ്ഞത് യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞത് ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. മനുഷ്യന്റെ പാപത്തെ വഹിക്കുവാൻ, മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഇതാ ഒരു രക്ഷകൻ ഇവിടെ അവതരിച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു. യേശു ആ വെള്ളത്തിൽ സ്നാനമേറ്റ് കയറുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ ഇറങ്ങുകയും സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ. അങ്ങനെ യേശു പാലസ്തീൻ തെരുവിലൂടെ പട്ടണങ്ങൾ തോറും തന്റെ പ്രഭാഷണം ആരംഭിച്ചപ്പോൾ തന്റെ അടുക്കൽ വന്ന അന്ധൻ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു അവന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ, സാധാരണക്കാരന്റെ നിലവിളിയുടെ മുമ്പിൽ, അന്ധനായിരിക്കുന്ന സമൂഹത്തിൽ ഒറ്റപ്പെട്ടവൻ, മാറ്റി നിർത്തപ്പെട്ടവൻ, നിരാശനായി കഴിഞ്ഞവൻ യേശുവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവന് വേണ്ടി നിന്ന ഒരു കരുത്തുറ്റ ശക്തനായിരിക്കുന്നവനാണ് യേശു ക്രിസ്തു. യേശു അവിടെ നിന്നിട്ട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ചയില്ല, ഞാൻ അന്ധനാണ്, ഞാൻ ജീവിതത്തിൽ തപ്പിത്തടഞ്ഞു നടക്കുകയാണ്. യേശു അവന് കാഴ്ച കൊടുത്തു. യേശുവിന്റെ അടുക്കൽ 3000-ഓളം പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ അടുത്തു വന്നപ്പോൾ, 4000-ഓളം പുരുഷന്മാരും സ്ത്രീകളും അടുത്തു വന്നപ്പോൾ, അവർ 3 നാളായി ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ അവർക്ക് വേണ്ടി 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുത്ത, അവരുടെ വയറിന്റെ വിശപ്പിനെ മാറ്റിയ ഒരുവനാണ് യേശു ക്രിസ്തു. സ്നേഹിതരെ, വിശപ്പ് നിൽക്കുന്ന മനുഷ്യനെ ആശ്വാസം കൊടുക്കുന്ന, അവന് ഭക്ഷണം കൊടുക്കുന്ന ഒരു കർത്താവാണ് യേശു ക്രിസ്തു. അവന്റെ ഭക്ഷണത്തെ തട്ടിത്തെറിപ്പിച്ച് കളയുന്നതല്ല, അവന്റെ ഒരു നേരത്തെ ആഹാരത്തെ മുടക്കം വരുത്തുന്നവനല്ല, അവന് വേണ്ടി ആഹാരം കൊടുത്തവനാണ് യേശു ക്രിസ്തു. മരിച്ചു 4 ദിവസമായി നാറ്റം വെച്ചു. ഏക സഹോദരൻ നഷ്ടപ്പെട്ട കുടുംബത്തിലേക്ക് യേശു ചെന്നു. യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞു. യേശു ആ മനുഷ്യനെ അടക്കിയ കല്ലറയുടെ വാതിൽക്കൽ ചെന്നിട്ട് വിളിച്ചു പറഞ്ഞു, ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞ് മരിച്ച് 4 ദിവസമായ വ്യക്തിയെ പുറത്തു കൊണ്ടുവന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ മരണത്തിനപ്പുറത്തേക്ക് ചെന്ന് മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുന്ന ശക്തനായിരിക്കുന്ന ഒരു പ്രവാചകനും രക്ഷകനുമാണ് യേശു ക്രിസ്തു. നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ, കടഭാരമായിക്കൊള്ളട്ടെ, രോഗമായിക്കൊള്ളട്ടെ, ജീവിതത്തിൽ തകർച്ചയിലൂടെയോ ആത്മഹത്യയിലൂടെ വക്കിലാണെങ്കിൽ, സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തരുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥത തരുവാൻ, നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രശ്നത്തെ പരിഹരിക്കുവാൻ കഴിയുന്ന ഒരു കരുത്തുറ്റ രക്ഷകനാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിന് മതമില്ല, ജാതിയില്ല, വർഗ വ്യത്യാസമില്ല. യേശുവിന് ഒരു വ്യത്യാസമില്ല. എല്ലാ മനുഷ്യരും ഒരുപോലെ കാണുന്നു. വലിയവനെന്നോ ചെറിയവനെന്നോ കരുത്തവനെന്നോ വെളുത്തവനെന്നോ വിദ്യാഭ്യാസമുള്ളവനെന്നോ വിദ്യാഭ്യാസം കുറഞ്ഞവനെന്നോ അമേരിക്കക്കാരനെന്നോ കേരളക്കാരനെന്നോ തമിഴ്ക്കാരനോ ഇല്ല. എല്ലാ മനുഷ്യരെയും തുല്യരായി കാണുന്ന, എല്ലാ മനുഷ്യരെ ഒരുപോലെ സ്നേഹിക്കുന്ന സ്നേഹവാനായ ഒരു ദൈവമാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു പ്രഭാഷണം നടത്താനല്ല, ഒരു രക്ഷയുടെ സന്തോഷം പങ്കുവയ്ക്കുക മാത്രമല്ല, മനുഷ്യന്റെ പാപത്തിന് പരിഹാരം നടത്തുവാൻ വേണ്ടി കാൽവരി ക്രൂശിൽ മരിക്കുവാൻ വേണ്ടി വന്നു. അന്നത്തെ ശക്തമായിരിക്കുന്ന കോടതിയായിരുന്നു റോമാ ഗവൺമെന്റ്. ആ റോമാ ഗവൺമെന്റിന്റെ കീഴിലെ ഘടകകക്ഷികളായിട്ടും അവിടുത്തെ ഭരണത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന യഹൂദർ ഭരണകർത്താവായിരിക്കുന്ന പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത പ്രഭാഷണങ്ങൾ നടത്തുകയാ, ഞങ്ങളുടെ മതത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത സന്ദേശങ്ങൾ വിളിച്ചു പറയുന്നു, അതുകൊണ്ട് ഇത് നിർത്തം ചെയ്യണം, ഇവനെ കൊന്നുകളയണമെന്ന് പീലാത്തോസിന്റെ അടുക്കൽ ചെന്നു. പീലാത്തോസ് ആ കേസ് എടുത്തിട്ട് വാദത്തിന് വിട്ടു. 5 കോടതിയിൽ ഈ കേസ് ഫയൽ ചെയ്തു. 5 കോടതിയിൽ മാറി മാറി വിസ്താരം നടത്തിയിട്ടും യേശുവിൽ യാതൊരു കുറ്റവും കണ്ടില്ല. ഇവിടെ ഇരിക്കുന്ന ചേട്ടന്മാരെ, എന്നെയും നിങ്ങളെയും 10 പേരുടെ മുമ്പിൽ അല്ലെങ്കിൽ കുടുംബക്കാരുടെ മുമ്പിൽ, സഹോദരങ്ങളുടെ മുമ്പിൽ മാറ്റി നിർത്തി ചോദ്യം ചെയ്താൽ നെല്ലിക്കാച്ചാക്കിന് കുത്തരിക്കുന്നത് പോലെ 100 കുറ്റങ്ങളും കുറവുകളും നമ്മിൽ കാണാൻ കഴിയും. പക്ഷേ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിനെ 5 കോടതിയിൽ മാറി മാറി വിസ്തരിച്ചിട്ട് യവനിൽ യാതൊരു കുറ്റവുമില്ലെന്ന് കോടതി വിധിച്ചു. കാരണം പാപമില്ലാത്തവൻ, തെറ്റ് ചെയ്യാത്തവൻ, നിഷ്കളങ്കനായിരിക്കുന്ന, പാപം വഹിക്കാൻ വന്ന ദൈവത്തിന്റെ കുഞ്ഞാടായവൻ, മനുഷ്യന്റെ പാപത്തെ വഹിക്കാൻ വന്നവൻ പാപമില്ലാത്തവനായിട്ടാണ് വന്നത്. മനുഷ്യൻ മുഴുവൻ പാപിയായിരിക്കുമ്പോൾ ഒരു പാപിക്ക് ഒരു പാപിയെ രക്ഷിക്കാൻ കഴിയത്തില്ല. പാപിയായിരിക്കുന്ന ഒരു മനുഷ്യന്റെ പാപത്തെ പോക്കാൻ കഴിയത്തില്ല. പക്ഷെ പാപമില്ലാത്ത ദൈവം മനുഷ്യനായി അവതരിച്ച് മനുഷ്യന്റെ പാപത്തെ വഹിക്കുവാൻ കാൽവരി ക്രൂശിലേക്ക് നടന്നു നോക്കുകയാണ്. അന്നത്തെ യഹൂദന്മാരുടെ ആക്രോശവും രാഷ്ട്രീയ സ്വാധീനവും നിമിത്തം പീലാത്തോസിനോട് പറഞ്ഞു, ഇവനെ ക്രൂശിക്കുക. പീലാത്തോസ് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞു ക്രൂശിക്കാൻ വിട്ടയക്കുകയാണ്.
അങ്ങനെ യേശുവിനെ ക്രൂശിക്കാൻ വിട്ടയക്കുമ്പോൾ പച്ച പൈൻമര കുരിശ് യേശുവിന്റെ തോളിൽ വെച്ചുകൊണ്ട് ഇടത്തും വലത്തും പടയാളികൾ നിന്നുകൊണ്ട് മാറി മാറി ചാട്ടവാറിന് അടിച്ചുകൊണ്ട് യേശുവിനെ വലിച്ചിഴച്ചുകൊണ്ട് ഗോൽഗോത്തയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ താൻ പല സ്ഥലത്തും വീണും എഴുന്നേറ്റും നടന്നു നീങ്ങുകയാ. ആ സമയത്ത് ഒരു കൂട്ടം സഹോദരിമാർ യേശുവിന്റെ അടുക്കൽ വന്ന് കരയുകയാ. യേശു അനുഭവിക്കുന്ന വേദനയെ കണ്ടുകൊണ്ട് യേശു പറഞ്ഞു, എന്നെ ഓർത്ത് കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് കരവി. പ്രഭുത്വതയുള്ള കേരളത്തിലെ ജനതയെ, നിങ്ങൾ ഇന്ന് മക്കളെ ഓർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാ. 2026 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു പറഞ്ഞു, പിതാക്കന്മാരെ, മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ ഓർത്ത് കരവീൻ. ഇന്ന് മക്കളുടെ വഴിവിട്ട ജീവിതം, മദ്യപാനം, മയക്കുമരുന്ന്, കൊലപാതകങ്ങൾ ഓർത്ത് ഇന്ന് മാതാപിതാക്കൾ, കേരളത്തിലെ ജനത പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാ. ഇതെന്തൊരു തലമുറ! ഇവരെ ആർക്ക് നിയന്ത്രിക്കാൻ കഴിയും? ഇതിൽ നിന്ന് നമ്മുടെ നാട് രക്ഷപ്പെടുമോ എന്നോർത്ത് അലറിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നാടായി മാറിയിരിക്കുകയാണ് നമ്മുടെ കേരളം. എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണും, ഒരു രണ്ടാനച്ഛനും സ്വന്തം മാതാവ് നൊന്തുവം പ്രസവിച്ച 9 മാസം ഉദരത്തിലിട്ട് വഹിച്ച കുഞ്ഞിനെ രണ്ടാനച്ഛൻ ക്രൂരമായി കൊലപ്പെടുത്തിയപ്പോൾ അതിലൊരു ദുഃഖവുമില്ലാത്ത സ്വന്തം അമ്മയെ, എത്രയോ വേദനാജനകം. കേരളത്തിലെ മാതാപിതാക്കൾ ഒരുമിച്ച് കരഞ്ഞ ഒരു വാർത്തയാണത്. ഇന്ന് കുഞ്ഞുങ്ങളെ ഓർത്ത് കരയേണ്ട സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് കരവി. യേശു ക്രിസ്തുവിനെ ഗോൽഗോത്ത എന്ന മലയിലേക്ക് കൊണ്ടുപോകുകയും 2 കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ ക്രൂശിച്ചു. ഒരു കള്ളൻ ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, നീ അന്ധന് കാഴ്ച കൊടുത്തതല്ലേ, മരിച്ചവരെ ഉയർപ്പിച്ചതല്ലേ, ആയിരങ്ങൾക്ക് ഭക്ഷണം കൊടുത്തതല്ലേ, ഞങ്ങളെ കൂടെ വിടുവിക്കൂ എന്ന് പറഞ്ഞു. മറ്റൊരു കള്ളൻ യേശുവിനെ ചില മണിക്കൂറുകൾ മാത്രം ക്രൂശിൽ കിടന്നവൻ പറഞ്ഞു, ഇവൻ വാസ്തവമായിട്ടും ദൈവത്തിന്റെ പുത്രനാ. കാരണം മോഷ്ടിച്ചും പിടിച്ചു പറിച്ചും കൊലപാതകനായിട്ട് നടന്ന മനുഷ്യൻ അടുത്ത് ക്രൂശിക്കപ്പെട്ട് കിടന്ന ക്രിസ്തുവിനെ പെട്ടെന്ന് മനസ്സിലാക്കി ഇവനൊരു രക്ഷകനാണെന്ന്. സ്നേഹിതരെ, താങ്കൾ എത്ര പാപിയാണെങ്കിലും, എത്ര പാപത്തിന്റെ കുഴിയിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിലും, യേശുവിലേക്ക് നിങ്ങൾ വരാൻ തയ്യാറായാൽ, മനം തിരിഞ്ഞാൽ, നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കുവാൻ, നിങ്ങൾക്ക് നിത്യജീവൻ നൽകുവാൻ യേശുവിന് കഴിയും. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന സ്നേഹിതരെ, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്നുകൊണ്ട്, നിങ്ങളായിരിക്കുന്ന സ്ഥാപനത്തിൽ ഇരുന്നുകൊണ്ട് വിളിച്ചു പറ, യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ താങ്കൾ രക്ഷിക്കപ്പെടുകയാണ്. നിങ്ങൾ ജനിച്ച നാൾ മുതൽ ഇതേ സമയം ചെയ്ത സകല പാപങ്ങളും യേശുവിന്റെ രക്തം കൊണ്ട് കഴുകുകയാണ്. യെശയ്യാപ്രവാചകൻ ഇങ്ങനെ പറയുന്നു, നിന്റെ പാപം എത്ര കടിച്ചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കാം, രക്താംബരം പോലെ ആയിരുന്നാലും അത് പഞ്ഞി പോലെയാക്കാം. താങ്കളുടെ പാപം കഴുകുന്ന യേശുവിന്റെ രക്തമുണ്ട്. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു. അന്നത്തെ ഒരു മന്ത്രിയായിരിക്കുന്ന, അരിമത്യക്കാരനായിരിക്കുന്ന യോസേഫ് പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ആ നീതിമാനായ മനുഷ്യനെ എനിക്ക് അടക്കം ചെയ്യണം. തന്റെ കുടുംബത്തിന്റെ കല്ലറയായിരിക്കുന്ന കല്ലിനാൽ വെട്ടിയെടുത്ത കല്ലറയിൽ കൊണ്ടുപോയി യേശുവിനെ അടക്കം ചെയ്തു. പക്ഷേ താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ താനും തന്റെ ശിഷ്യന്മാരും പറഞ്ഞു, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യേശുവിന്റെ ശരീരം, മൃതശരീരം ശിഷ്യന്മാർ എടുത്തുകൊണ്ട് പോയിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് നാളെ പ്രഖ്യാപനം നടത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശക്തമായ കാവൽ ഏർപ്പെടുത്തണമെന്ന് പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. പീലാത്തോസ് ഇടത്തും വലത്തും പടയാളികളെ 24 മണിക്കൂറും മാറി മാറി നിർത്തുന്ന സൈന്യത്തെ ആ കല്ലറയ്ക്ക് ചുറ്റും നിർത്തി ഇമ്പീരിയ മുദ്രകൾ വെച്ചു. പക്ഷേ 3-ാം ദിവസം മരണത്തെ ഭേദിച്ചുകൊണ്ട് ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. സ്നേഹിതരെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു മരിച്ചു മൺമറിഞ്ഞു പോയ ഒരു കർത്താവല്ല. അവൻ മരണത്തെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ഏക രക്ഷകനത്രേ. അതുകൊണ്ട് ഇന്നും പാലസ്തീനിൽ നിങ്ങൾ ചെന്ന് നോക്കിയാൽ അവിടെ ഒരു കല്ലറ കിടപ്പുണ്ട്. അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇവിടെ ഒത്തിരി രാജാക്കന്മാർ, ചക്രവർത്തിമാർ, മഹാന്മാർ മരിച്ചു. അവരുടെയൊക്കെ കല്ലറകൾ ഇന്നും പുഷ്പാർച്ചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ കല്ലറ തുറന്നു കിടക്കുകയാണ്. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. 40 നാളോളം പാലസ്തീൻ നാടുകളിൽ 100 കണക്കിന് ആൾക്കാർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു. താൻ ജീവിച്ചിരിക്കുന്നു എന്ന് തന്റെ കയ്യിലെ മുറിവുകൾ താൻ കാണിച്ചു കൊടുത്തു. പത്രോസിനും ശിഷ്യന്മാർക്കും സാധാരണക്കാരുടെ അടുക്കലെല്ലാം യേശു പ്രത്യക്ഷപ്പെട്ട് 40 ദിവസം കഴിഞ്ഞതിന് ശേഷം യേശു കർത്താവ് 120 പേർ നോക്കി നിൽക്കെ ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണം ചെയ്തു പോകുന്ന സമയത്ത് 120 പുരുഷന്മാർ നോക്കി നിൽക്കുക ആകാശത്തേക്ക്. യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ഒരു മാലാഖ വന്നിട്ട് പറയുകയാണ്, അവൻ പോയതുപോലെ തന്നെ മടങ്ങി വരും. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു ഇനി വിശുദ്ധന്മാരെ ചേർപ്പാൻ, തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർപ്പാൻ അവൻ 2ാമതും വരാൻ പോകുകയാണ്. ഇന്ന് നടക്കുന്ന സംഭവ വികാസങ്ങൾ, ഇന്ന് നടക്കുന്ന ഇലക്ട്രിക് മേഖലകൾ, യുദ്ധങ്ങൾ, യുദ്ധസ്തുതികൾ, ഇതൊക്കെ വിളിച്ചറിയിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെയാണ്.
അന്ത്യകാലഘട്ടത്തിൽ നടക്കാൻ പോകുന്നത് യുദ്ധങ്ങളും, ജാതിയോടും രാജ്യങ്ങളോടും, മനുഷ്യൻ സ്വസ്നേഹികളും, വമ്പ് പറയുന്നവരും, കൊലപാതകന്മാരും, ഇങ്ങനെ ഇതെല്ലാം വർദ്ധിച്ചു വരുന്നതിന് കാരണം യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ മടങ്ങിവരവാണ്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൽ മനുഷ്യരിൽ നൽകപ്പെട്ടിരിക്കുന്ന ഏക മാർഗം, ഏക വഴി യേശു മാത്രമാണ്. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നതിന് നിങ്ങൾ മതം മാറണ്ട, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് നിങ്ങൾ ഭാഷ മാറണ്ട, രാജ്യം വിട്ടുപോകേണ്ട, പേര് മാറണ്ട. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന്, യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപങ്ങളെ അങ്ങ് ക്ഷമിക്കണമേ, എന്റെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങ് കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു, തന്റെ വിശുദ്ധന്മാരെ ചേർപ്പാൻ വീണ്ടും വരുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ താങ്കൾ ഇന്ന് രക്ഷിക്കപ്പെടുകയാണ്. എന്റെ സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കുക. സ്നേഹിതരെ, നിങ്ങൾ തകർച്ചയിലൂടെ പോകുന്ന വ്യക്തിയായിരിക്കാം. ജീവിതത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ എത്ര രാത്രികളായി നിങ്ങൾ ഉറങ്ങിയിട്ട് മകളെ ഓർത്ത് നിങ്ങളുടെ കുടുംബം തകർന്നു വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന മാതാവായിരിക്കാം, പിതാവായിരിക്കാം, സഹോദരനായിരിക്കാം. നിങ്ങളുടെ തകർച്ചകളെ മാറ്റുന്ന ഒരു കരുത്തുറ്റ രക്ഷകനുണ്ട്. നിങ്ങൾ ഏത് ജാതിയോ, ഏത് മതമോ, ഏത് വിശ്വാസമായിക്കൊള്ളട്ടെ, സ്നേഹിത, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം തരുന്ന ഒരു ദൈവമുണ്ട്. യേശു പറഞ്ഞു, ഞാൻ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല, നിത്യമായ സമാധാനം. നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്ത വ്യക്തിയാണോ? നിങ്ങളുടെ ജീവിതത്തിൽ വേദനയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ? രോഗത്തിന് അടിമപ്പെട്ട വ്യക്തിയാണോ? എനിക്കൊരു സൗഖ്യം ആവശ്യമാണ്, എനിക്കൊരു സമാധാനം ആവശ്യമാണെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഇവിടേക്ക് വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ ലജ്ജിക്കണ്ട, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഒപ്പമുള്ള കർത്താവിന്റെ ദാസനൊരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി പാടാൻ പോകുകയാണ്. രക്ഷിതാവിനെ കാണുക പാപി. പാപത്തിൽ വീട് കിടക്കുന്ന, പാപത്തിന് അടിമപ്പെട്ടു പോയ, പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ യുഗത്തിലേക്ക് വന്ന രക്ഷകനായിരിക്കുന്ന യേശു ഒരു മത നേതാവല്ല, യേശു ഒരു മതസ്ഥാപകനല്ല. നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിലെ വിഷയങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ യുഗത്തിലേക്ക് വന്ന ഏക രക്ഷകനാണ് യേശുക്രിസ്തു. അതുകൊണ്ട് നിങ്ങൾ യേശുവെ, എനിക്കൊരു മാറ്റം ആവശ്യമാണ്. എൻ്റെ മകന്റെ മദ്യപാനം, എൻ്റെ മകളുടെ വഴിവിട്ട ജീവിതം, എൻ്റെ ഭർത്താവിൻ്റെ കുടി, ഇതൊന്നും മാറ്റിത്തരുവാൻ ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കുന്നത്. എൻ്റെ കുടുംബം തകർന്നു, സാമ്പത്തികമായ വലിയ പ്രശ്നത്തിലൂടെ എൻ്റെ കുടുംബം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു രക്ഷ ആവശ്യമാണ്, ഞങ്ങൾക്കൊരു മാറ്റം ആവശ്യമാണെന്ന് ഇന്ന് പകൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യേശു നിങ്ങളെ വിടുവിക്കാൻ പോവുകയാണ്. യേശു നിങ്ങളെ സൗഖ്യമാക്കാൻ പോവുകയാണ്. യേശു നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കാൻ പോവുകയാണ്. യേശുവിലൂടെ നിങ്ങൾക്ക് പാപമോചനം ലഭിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് യേശുവെ, അങ്ങയിലേക്ക് ഞാൻ അടുത്തു വരികയാണ്. അങ്ങയുടെ മകനായി തീരുവാൻ, അങ്ങയുടെ മകളായി തീരുവാൻ ഇന്ന് പകൽ ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. അതിനുവേണ്ടി എന്നെ ഏൽപ്പിക്കുകയാണെന്ന് ആരെങ്കിലും സമർപ്പിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ഒരു പക്ഷെങ്കിൽ ഒത്തിരി ആശുപത്രികൾ നിങ്ങൾ കയറി ഇറങ്ങി, ഒത്തിരി ചികിത്സകൾ നടത്തി, ഒത്തിരി നേർച്ചകൾ നടത്തി, ഒത്തിരി വഴിപാടുകൾ നടത്തി, ഒത്തിരി പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചു, പുണ്യമലകൾ കയറി, പുണ്യ നദികൾ മുങ്ങി, ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. എല്ലാ വർഷവും ഇങ്ങനെ ചെയ്യുന്നു, പക്ഷെ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. പക്ഷേ ഇന്ന് നിങ്ങൾ സമർപ്പിക്കാമോ? യേശുവെ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുകയാണ്, അങ്ങയ്ക്ക് വേണ്ടി എൻ്റെ ഹൃദയത്തെ വിട്ടുതരികയാണ്. നിങ്ങളുടെ ഹൃദയമാണ് ദൈവത്തിന്റെ മന്ദിരം. ദൈവം ഒരു മന്ദിരത്തിലല്ല വസിക്കുന്നത്, ദൈവം നമ്മുടെ ഹൃദയത്തിലാണ്. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളുടെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അതുകൊണ്ട് ഒരു നിമിഷം നിങ്ങൾ സമർപ്പിക്കുക. ഈ ഒരു മനോഹരമായ ഗാനം കൊണ്ട് നിങ്ങൾ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. രക്ഷിതാവിനെ കാണുക പാപി, രക്ഷിതാവിനെ കാണുക പാപി, നിന്റെ പേർക്കല്ലയോ കുരിശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ കുരിശിന്മേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാണുക പാപി, പാപത്തിൽ ജീവിക്കുന്നവനെ, പാപത്തിൽ ജീവിക്കുന്നവനെ, നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ, നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ. തള്ളുക നിന്റെ പാപമെല്ലാം, തള്ളുക നിന്റെ പാപമെല്ലാം, കള്ളമേതും നിനക്കേണ്ട നിന്നുള്ളിൽ നീ ഉള്ളം നീ മുഴുവൻ തുറന്നു.
പാപി നിന്റെ പേർ കല്ലയോ കൃഷിമേ